പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെ യുദ്ധം ഇനി പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അമേരിക്ക പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുകയാണെങ്കിൽ യൂറോപ്പിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതിൽ പ്രധാനമായും പറയപ്പെടുന്ന രണ്ട് കേന്ദ്രങ്ങൾ സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമതാവളവും തെക്കുകിഴക്കൻ യൂറോപ്പിലെ ബൾഗേറിയയിലുള്ള അമേരിക്കൻ സൈനിക താവളവുമാണ്. ഇത് ഇറാൻ തന്റെ യുദ്ധതന്ത്രത്തിൽ വലിയൊരു മാറ്റം വരുത്തുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതുവരെ ഇറാന്റെ പ്രധാന നിലപാട് ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് പുറത്തുവരുന്ന സന്ദേശം വ്യത്യസ്തമാണ്. എപ്പോൾ ആക്രമിക്കണം, എവിടെ ആക്രമിക്കണം എന്നത് ഇനി എതിരാളി തീരുമാനിക്കില്ലെന്നും തീരുമാനം തങ്ങൾ തന്നെ എടുക്കുമെന്നുമുള്ള നിലപാടിലേക്കാണ് ഇറാൻ നീങ്ങുന്നത്. അതായത് പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്കുള്ള ഒരു പ്രധാന മാറ്റം. ഇത് യാഥാർത്ഥ്യമായാൽ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പരിധി മാത്രമല്ല, യൂറോപ്പിലേക്കും അതിനപ്പുറത്തേക്കും സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യതയും ഉയരും. ഇറാൻ ലക്ഷ്യമിടുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്ന് സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളമാണ്. മറ്റൊന്ന് ബൾഗേറിയയിലെ അമേരിക്കൻ വിമാന താവളമാണ്. ഇവ രണ്ടും സാധാരണ സൈനിക കേന്ദ്രങ്ങളായി മാത്രം കാണാൻ കഴിയില്ല, പ്രത്യേകിച്ച് ബൾഗേറിയയുടെ കാര്യത്തിൽ. അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും സൈനിക പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകാനും അവിടെ അനുമതി നൽകിയതാണ് ഇറാന്റെ എതിർപ്പിന് പ്രധാന കാരണം. ദീർഘദൂര വിമാനങ്ങൾ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇന്ധനം നിർണായകമാണ്. വിമാനത്തിന് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാം, അല്ലെങ്കിൽ നിലത്തിറക്കി ഇന്ധനം നിറയ്ക്കാം. ബൾഗേറിയ അതിനുള്ള സൗകര്യം അനുവദിച്ചതോടെ അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങളിൽ ആ രാജ്യത്തിനും ഒരു തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നതാണ് ഇറാന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ബൾഗേറിയയെ ഇറാന്റെ പ്രതികാര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നായി റിപ്പോർട്ടുകൾ പറയുന്നത്. സൈപ്രസിന്റെ കാര്യവും സമാനമായ തന്ത്രപ്രധാനമാണ്. മെഡിറ്ററേനിയൻ കടലിലെ വളരെ പ്രധാനപ്പെട്ട മേഖലയിലാണ് സൈപ്രസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് അമേരിക്കയ്ക്കും ബ്രിട്ടനും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട സൈനിക പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അതിനാൽ സൈപ്രസിലെ ബ്രിട്ടീഷ് താവളം ഒരു സൈനിക കേന്ദ്രം മാത്രമല്ല, അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന തന്ത്രപ്രധാന കേന്ദ്രം കൂടിയാണ്. ഇവിടെയാണ് ഇറാന്റെ യുദ്ധശൈലിയിലെ പ്രധാന മാറ്റം വ്യക്തമാകുന്നത്. ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് മാറാനുള്ള സമീപനമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഇനി തങ്ങളെ ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിക്കുക എന്നതല്ല, എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എതിരാളി പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആക്രമിക്കാൻ തയ്യാറാകുക എന്നതാണ് ഈ പുതിയ സമീപനം. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയ്ക്ക് വലിയൊരു തന്ത്രപരമായ പ്രശ്നമാകും നേരിടേണ്ടി വരിക. കാരണം യുദ്ധം പശ്ചിമേഷ്യയിലെ ഏതാനും സൈനിക കേന്ദ്രങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയില്ല. അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങളും സംഘർഷത്തിന്റെ ഭാഗമാകാം. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങളുള്ള കേന്ദ്രങ്ങളും ഇതിന്റെ പരിധിയിൽ വരാം എന്ന സൂചനകളും ഇറാന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇതൊരു സമ്മർദ്ദ തന്ത്രമായും കാണാം. അമേരിക്കയെ പശ്ചിമേഷ്യയിൽ കൂടുതൽ കാലം കുടുക്കി നിർത്തുക, യുദ്ധം നീണ്ടുപോകുമ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ യുദ്ധത്തിനെതിരായ പൊതുജനാഭിപ്രായം ശക്തമാക്കുക, അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക, ഒടുവിൽ അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ട സാഹചര്യം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ തന്ത്രത്തിന് പിന്നിൽ കണക്കുകൂട്ടലുകളായി വിലയിരുത്തപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു കരാറിലെത്തി ഇറാന് അനുകൂലമല്ലാത്ത വ്യവസ്ഥകൾ അംഗീകരിച്ച് യുദ്ധത്തിൽ നിന്ന് തലയൂരുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമായിരിക്കും. ദീർഘകാലത്തിൽ അത് ഇറാന്റെ താൽപ്പര്യങ്ങൾക്ക് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ യുദ്ധം നീണ്ടുപോകട്ടെ, അതിന്റെ ബുദ്ധിമുട്ടുകൾ അമേരിക്കയ്ക്കും ലോകത്തിനും ബോധ്യപ്പെടട്ടെ, അമേരിക്കയ്ക്ക് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കട്ടെ, മറ്റ് രാജ്യങ്ങൾ അമേരിക്കയോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങട്ടെ, ഒടുവിൽ അമേരിക്ക തന്നെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകട്ടെ എന്ന ദീർഘകാല കണക്കുകൂട്ടലാണ് ഇറാൻ നടത്തുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്നതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തും സ്ഥലത്തും ഞങ്ങൾ ആക്രമിച്ചേക്കാം എന്ന നിലപാടിലേക്കാണ് മാറ്റം. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ അപകടകരമാകുന്നത്. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലും യൂറോപ്പിലും വലിയ സാമ്പത്തിക താൽപ്പര്യങ്ങളാണ് ഉള്ളത്. നിർമ്മാണ പദ്ധതികൾ, സാങ്കേതിക പദ്ധതികൾ, വിവിധ രാജ്യങ്ങളുമായുള്ള സഹകരണ പദ്ധതികൾ, വ്യാപാര ബന്ധങ്ങൾ എന്നിവയെല്ലാം അമേരിക്കയുടെ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാൽ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമാക്കാതെ സൈനികമല്ലാത്ത കേന്ദ്രങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും.
ഇറാൻ സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യത്തിൽ ഇത്തരം രീതികളും പരിഗണിച്ചേക്കാം എന്ന ചർച്ചകളാണ് ഉയരുന്നത്. ലോകത്തിന്റെ ആശയവിനിമയ സംവിധാനത്തിലെ വലിയൊരു പങ്ക് കടലിന്റെ അടിത്തട്ടിലൂടെ പോകുന്ന കേബിളുകളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ടെലിഫോൺ ബന്ധങ്ങൾ, ഇന്റർനെറ്റ്, വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റം, വ്യാപാരവുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ ശൃംഖലകൾ നിർണായകമാണ്. ഇത്തരത്തിലുള്ള കടലിനടിയിലെ കേബിളുകൾ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുകയോ തകർക്കുകയോ ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം അമേരിക്കയിൽ മാത്രം ഒതുങ്ങില്ല, ലോകത്തിന്റെ ആശയവിനിമയ ശൃംഖലയെ തന്നെ ബാധിക്കാം. വ്യാപാരം തടസ്സപ്പെടാം, വാണിജ്യ പ്രവർത്തനങ്ങളെ ബാധിക്കാം, ഗതാഗത വിതരണ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതായത് ഒരു സൈനിക ആക്രമണം നടത്താതെ തന്നെ ഒരു രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ, വിതരണ കേന്ദ്രങ്ങൾ, അമേരിക്കൻ കമ്പനികളുമായി സഹകരിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയും ഒരു തരത്തിൽ അമേരിക്കയുടെ ദുർബല കേന്ദ്രങ്ങളായി മാറാം. അവിടെയാണ് ഇറാൻ മറ്റൊരു രീതിയിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങാൻ ശ്രമിച്ചേക്കുമെന്ന ആശങ്ക ഉയരുന്നത്. ഇറാന്റെ സൈന്യത്തിന് പുറമെ അതുമായി ബന്ധമുള്ള വിവിധ സ്വാധീന ഗ്രൂപ്പുകളും ഈ സാഹചര്യത്തിൽ പ്രധാനമാണ്. പശ്ചിമേഷ്യയിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾ ഇതിനകം തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അത്തരം ചെറിയ ഗ്രൂപ്പുകളിലൂടെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ഒരു രാജ്യത്തിന് നിരന്തരമായ സുരക്ഷാ പ്രശ്നങ്ങളായി മാറും. വലിയൊരു സൈനിക ശക്തിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ ചെറിയ ചെറിയ ആക്രമണങ്ങളിലൂടെ എതിരാളികളെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇറാന്റെ മറ്റൊരു സാധ്യതയുള്ള തന്ത്രം. ഇനി ഈ യുദ്ധത്തിന്റെ മറ്റൊരു പ്രധാന തലമാണ് റഷ്യയുടെയും ചൈനയുടെയും പങ്ക്. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല ലോകത്തുള്ളത്, ഇറാനുമായി വിവിധ രീതികളിൽ ബന്ധമുള്ള രാജ്യങ്ങളുമുണ്ട്. റഷ്യയും ചൈനയും ഇറാനെ വിവിധ രീതികളിൽ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അമേരിക്ക ഇറാനെതിരെ കൂടുതൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഇറാനിൽ മാത്രം ഒതുങ്ങില്ല. ഇറാനുമായി വ്യാപാരം നടത്തുന്ന മറ്റ് രാജ്യങ്ങളെയും അത് ബാധിക്കും. അതാണ് രണ്ടാം ഘട്ട ഉപരോധത്തിന്റെ ഭീഷണി. ഇറാനെ ദീർഘകാലം പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് അമേരിക്കയുടെ ഒരു ലക്ഷ്യം. അതിന് മറുപടിയായി ഇറാൻ കൂടുതൽ വ്യത്യസ്തമായ യുദ്ധരീതികൾ സ്വീകരിക്കാൻ ശ്രമിച്ചേക്കാം. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി 28 ഇറാൻ നൽകിയ മുന്നറിയിപ്പിലേക്കും തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് യുദ്ധം തുടങ്ങാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞേക്കാം, പക്ഷെ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്ക് ഉണ്ടാകണമെന്നില്ല എന്ന ആശയത്തിലായിരുന്നു. ഇത് അന്ന് പലരും ഗൗരവമായി എടുത്തില്ല. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും യുദ്ധവിരാമം കാണാത്ത സാഹചര്യത്തിൽ സംഘർഷം പുതിയ പുതിയ തന്ത്രങ്ങളിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് നൽകിയ മുന്നറിയിപ്പ് വീണ്ടും ചർച്ചയാകുന്നു. ഇനി ഇന്ത്യയുടെ കാര്യവും പ്രധാനമാണ്. ഇന്ത്യക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വലിയൊരു പ്രവാസി സമൂഹമുണ്ട്. ഇന്ത്യൻ വംശജർ യൂറോപ്പിലും അമേരിക്കയിലും പശ്ചിമേഷ്യയിലും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സാന്നിധ്യമാണ്. അതുകൊണ്ട് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് നടക്കുന്ന സംഘർഷം പോലും ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ, വ്യാപാരം, ഊർജം, പ്രവാസികളുടെ സുരക്ഷ എന്നിവയെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇറാന്റെ ജനസംഖ്യയും ഇന്ത്യയുടെ ജനസംഖ്യയും തമ്മിലുള്ള വലിയ വ്യത്യാസവും ഇവിടെ ശ്രദ്ധേയമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യക്കുള്ള ജനസംഖ്യാപരമായ സ്വാധീനം വളരെ വലുതാണ്. ഇറാന്റെ ആഗോള സ്വാധീനവും ഇന്ത്യയുടെ ആഗോള സ്വാധീനവും ഒരേ രീതിയിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് വ്യത്യസ്തമായ യുദ്ധ രീതിയാണ്. വലിയ സൈനിക ശക്തിയെ അതേ രീതിയിൽ നേരിടാതെ വ്യത്യസ്തമായ വഴികളിലൂടെ സമ്മർദ്ദത്തിലാക്കുക എന്ന സമീപനം. യുദ്ധം ഇനി തോക്കുകളും മിസൈലുകളും മാത്രമല്ല, വിവരങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും സാമ്പത്തിക ശൃംഖലകളും ആശയവിനിമയ സംവിധാനങ്ങളും എല്ലാം തന്നെ യുദ്ധത്തിന്റെ ഭാഗമാകാം. ഇറാൻ ഈ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ ഉയരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ചിത്രം കൂടുതൽ വ്യക്തമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ തന്ത്രം മാറുന്നതായി സൂചനകളുണ്ട്.
പശ്ചിമേഷ്യയ്ക്ക് പുറത്തുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കാനുള്ള സാധ്യതയും ചർച്ചയാകുന്നു. സൈപ്രസും ബൾഗേറിയയും പോലുള്ള കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ ഈ ചർച്ചകളുടെ ഭാഗമാണ്. അതിനപ്പുറം അമേരിക്കയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, സൈബർ സംവിധാനങ്ങൾ എന്നിവയും അപകടത്തിലാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇതെല്ലാം സംഭവിച്ചാൽ യുദ്ധം ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള പോരാട്ടമായി മാത്രം തുടരില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയായി അത് മാറും. അമേരിക്ക പശ്ചിമേഷ്യയിൽ നിന്ന് പിന്മാറുമോ? ഇറാൻ യുദ്ധം യൂറോപ്പിലേക്ക് വ്യാപിപ്പിക്കുമോ? റഷ്യയും ചൈനയും എത്രത്തോളം ഇടപെടും? യൂറോപ്യൻ രാജ്യങ്ങൾ എപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കും? ഇന്ത്യക്ക് എന്ത് നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നതെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ നിർണായകമാകും. ഇതിനെല്ലാം ഉത്തരം ഇപ്പോൾ വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്: യുദ്ധം തുടങ്ങുന്നത് ഒരു രാജ്യത്തിന് എളുപ്പമായിരിക്കും. പക്ഷെ യുദ്ധം എവിടെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഈ യുദ്ധത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. സമാധാനം എത്രയും വേഗം തിരിച്ചു വരട്ടെ. അതുമാത്രമാണ് ഇപ്പോൾ ലോകം ആഗ്രഹിക്കുന്നത്.